അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ജാങ്കോ ആയിട്ട് ഡിപ്പെൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പം ജാങ്കോ വരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. അതിനകത്ത് കേർഡ് ഓപ്പറേഷനൊക്കെ ചെയ്യുന്നതും ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന കണക്ഷനൊക്കെ പഠിച്ചു. അപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. അപ്പം ഇതെന്താ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഈ ജാങ്കോയും ജാങ്കോയുടെ റെസ്റ്റ് ഫ്രെയിംവർക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്താണ് ജാങ്കോ? നമ്മളിപ്പോൾ ജാങ്കോ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ജാങ്കോ എന്താണെന്നാണ് പഠിച്ചത്? അത് നമ്മളുടെ വെബ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഏത് ലാംഗ്വേജ് വെച്ചിട്ടായിരുന്നു? പൈത്തൺ ലാംഗ്വേജ് വെച്ചിട്ട്. അപ്പോൾ എന്താണ് ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്? നമ്മൾ വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജാങ്കോയുടെ ഒരു ലൈബ്രറിയാണ് നമ്മുടെ ജാങ്കോയുടെ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് റെസ്റ്റ് ആയിട്ടുള്ള APIs, നമ്മൾ API ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് വേറെ ഒന്നിനുമല്ല, നമ്മളിപ്പോൾ കേർഡ് ഓപ്പറേഷൻ ജാങ്കോയിൽ പഠിച്ചു അല്ലേ? ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. അപ്പോൾ ഈ കേർഡ് ഓപ്പറേഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ജാങ്കോയ്ക്ക് ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജാങ്കോ സെർവറിന് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഇതുവരെ നമ്മൾ കുറച്ച് ഈസി ആയിട്ടായിരുന്നു ചെയ്തത്. നമ്മൾ ഫങ്ഷൻ ബേസ്ഡും ക്ലാസ് ബേസ്ഡും ഒക്കെ ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കേർഡ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ജാങ്കോനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെന്തിനാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? നമ്മുടെ റെസ്റ്റ് API ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് API? അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. റെസ്റ്റ് APIക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ API എന്താണ്? APIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നാണ്. അപ്പോൾ ഈ API എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസ് ഒരേ നെറ്റ്വർക്കിലുള്ള രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു API യൂസ് ചെയ്യുന്നത്. ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇപ്പം നമ്മളുടെ ജാങ്കോയും വേറുള്ള ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഇടയിലൊരു മീഡിയേറ്ററായിട്ട് നമുക്ക് API യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ APIയുടെ മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, നമ്മളുടെ ഡേറ്റാസിനെ റിസീവ് ചെയ്യുക. വേറൊരു ആപ്ലിക്കേഷനിൽ നിന്നും ഡേറ്റാസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ ബാക്ക് എൻഡിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ API യൂസ് ചെയ്യുന്നത്. ഇത് API യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് നോർമലായിട്ടുള്ള നമ്മളുടെ ഫോമിലോട്ടായിരിക്കത്തില്ല, ഒരു JSON ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഡേറ്റാസിനെ API വെച്ചിട്ട് ചെയ്യുമ്പം കിട്ടുന്നത്. JSON ഫോർമാറ്റ് എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, നമ്മളുടെ പൈതണിനകത്ത് ഡിക്ഷണറി എന്താണെന്ന് പഠിച്ചല്ലോ, കീ വാല്യൂ പെയേഴ്സ് ആണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അതേ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് JSON ഫോർമാറ്റിൽ ഡേറ്റ കിട്ടുന്നത്. ഇപ്പം ഞാനൊരു ചെറിയ നമ്മളുടെ API വെച്ച് ഒരു വർക്കിംഗ് നടക്കുന്ന ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താ ഉള്ളത്? എൻഡ് യൂസേഴ്സ് ഉണ്ട്, പിന്നെന്താ ബ്രൗസേഴ്സ് ഉണ്ട്. ബ്രൗസർ ഉണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മളുടെ മൊബൈലാവാം, എന്തെങ്കിലും ഒരു ഡിവൈസ്. ആ ഒരു ഡിവൈസിൽ നിന്നും ഒരു റിക്വസ്റ്റ് പോകുമ്പോൾ അവിടെ ബാക്ക് എൻഡിൽ നിന്നും ഫ്രണ്ട് എൻഡിലോട്ടൊരു കണക്ഷൻ പോകാനായിട്ട് നമുക്കൊരു API ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു. ആ API വെച്ചിട്ട് നമ്മുടെ സെർവറിൽ നിന്നും ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റാസ് കിട്ടി അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് യൂസറിന് കൊണ്ടുവരുന്നു. ജസ്റ്റ് നമ്മൾ ക്ലയൻറ്റ് സെർവർ ടു ആ ഒരു ഫോമാണ് നടക്കുന്നത് അവിടെ. പക്ഷേ അതിൻ്റെ ഇടയിലൊരു APIയുടെ ഹെൽപ്പോട് കൂടി അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടൊരു മീഡിയേറ്ററായിട്ട്, ഇപ്പം നമ്മളുടെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലൊരു മീഡിയേറ്ററായിട്ട് നമ്മുടെ API ഒരു നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ API ആക്ട് ചെയ്യുന്നത്. ഇനി അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ വെബ്സൈറ്റിൽ ഗൂഗിൾ മാപ്പൊക്കെ വെക്കും അല്ലേ? അപ്പോൾ ഗൂഗിൾ മാപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു? ഗൂഗിളിലെ ജിയോ കോഡിങ് API ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷണാലിറ്റിയുടെ ബേസിലാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് നമുക്കവിടെ കിട്ടുന്നത്. അതൊരു APIയുടെ യൂസിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രണ്ട് എൻഡിൽ നമുക്കൊരു യൂസറിനൊരു കാര്യം കാണണം എന്നുണ്ടെങ്കിൽ അത് ഒരു API യൂസ് ചെയ്തിട്ട് ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക്
ഫാസ്റ്റായിട്ട്, ഇവിടെ വേറെ ഒന്നുമില്ല, നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന അനുസരിച്ചിട്ട് എന്താണ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ഡെവലപ്പേഴ്സിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണം. മാത്രമല്ല ഈ ഗൂഗിൾ മാത്രമല്ല, വേറെ എല്ലാ കമ്പനീസും ഇതേപോലെ ഒരു സർവീസിന് വേണ്ടിയിട്ട് API പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇപ്പം API. അപ്പം ഈ ഒരു API ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെസ്റ്റ് API ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജാങ്കോ റെസ്റ്റ് ഫ്രെയിം വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ API എന്താണെന്ന് മനസ്സിലായല്ലോ, ജസ്റ്റ് ഒരു ഇൻ്റർമീഡിയേറ്റ്. അപ്പോൾ അടുത്തതായി ഇപ്പം നമ്മുടെ ജാങ്കോ റെസ്റ്റ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത് റെസ്റ്റ് APIക്കാണെന്ന് പറഞ്ഞു. API എന്താണെന്ന് ഇപ്പം നമ്മൾ നോക്കി. ഇനി റെസ്റ്റ് എന്താണെന്ന് നോക്കാം. റെസ്റ്റിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ എന്താ? റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. ഇത് നമ്മളുടെ എന്താ API പോലെ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ റെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ആർക്കിടെക്ചറാണ്. ആർക്കിടെക്ചർ നമ്മളിപ്പോൾ ഒരു വെബ് സർവീസ് ഒരു ഡെവലപ്പറിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനാണെങ്കിലും ഒരു ആർക്കിടെക്ചർ വേണം. അപ്പോൾ ആ ഒരു ആർക്കിടെക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഈ വെബ് സർവീസ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ഷനിലുള്ള നമ്മുടെ ഒരു ഡിവൈസ് എന്താണ് ഒരു സർവീസാണ്, വെബ് സർവീസാണ് ചെയ്യുന്നത് ഇല്ലേ? അത് നമുക്ക് എന്താ ഒരു HTTP ട്രാൻസ്മിറ്റ്. HTTP എന്ന് വെച്ചാൽ എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ അതിൻ്റെ ബേസിൽ HTTPയുടെ ബേസിൽ യൂസ് ചെയ്ത ഒരു വെബ് സർവീസ് നമ്മളുടെ ഡേറ്റാസ് തമ്മിൽ, മെഷീൻസിൽ ഡേറ്റാസ് തമ്മിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു ഒരു സർവീസ്. നമുക്ക് ഡേറ്റാസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ? മെഷീൻസ് തമ്മിൽ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവീസ്, ആ ഒരു ആർക്കിടെക്ചറിനെയാണ് നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം API എന്ന് പറയുന്നത് നമുക്ക് ഒരു മീഡിയേറ്ററായിട്ട് യൂസ് ചെയ്യാം. റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വേണ്ടി. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരെണ്ണം വരുന്നത് എന്താ? റെസ്റ്റ്ഫുൾ APIs. റെസ്റ്റ്ഫുൾ APIs എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, നമ്മൾ API എന്തായിരുന്നു? നമ്മളുടെ ഒരു രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ. അതേപോലെ ഒരു മെഷീൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വെബ് സർവീസ്. വെബ് സർവീസ് എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് ഉള്ള ഏതൊരു ഡിവൈസിലും ചെയ്യുന്നത് ഒരു വെബ് സർവീസാണ്. അങ്ങനെ ഒരു വെബ് സർവീസിലൂടെ നമ്മുടെ മെഷീനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററാണ് നമ്മളുടെ റെസ്റ്റ്ഫുൾ API എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ API പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ റെസ്റ്റ്ഫുൾ API യൂസ് ചെയ്യുന്നത് വെബ് സർവീസിൽ ആണ്, ഓൺ റെസ്റ്റ്ഫുൾ വെബ് സർവീസ്. പിന്നെ നമ്മൾ ഡേറ്റാസ് JSON ഫയലായിട്ടാണ് നമുക്ക് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ എന്താണ് വരുന്നത്? നമ്മുടെ വെബ് ഡെവലപ്പേഴ്സ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും റെസ്റ്റ് API ആയിട്ടാണ് വെബ് ഡെവലപ്പേഴ്സ് പ്രോഗ്രാം ചെയ്യും. നമ്മൾ എന്താ റെസ്റ്റ് API ആയിട്ട്. എന്തിനാണ്? അത് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്നും ഡേറ്റാസ് റിസീവ് ചെയ്യാൻ. നമ്മളിപ്പം ജാങ്കോ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ജാങ്കോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ റെസ്റ്റ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഫ്രണ്ട് എൻഡ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിലുള്ള ഒരു ആപ്ലിക്കേഷൻ പോലും നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിം വർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പം എന്താ റെസ്റ്റ്ഫുൾ API വെച്ചിട്ട് നമുക്ക് വെബ് ആപ്സ്, അത് ആൻഡ്രോയിഡ് ആവാം iOS ആവാം, ഒരു വെബ് ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെയായിരുന്നു? JSON ഫയലായിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. നമ്മൾ ഏത് ഡിവൈസിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്കൊരു JSON ഫയൽ പോലെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഡേറ്റാസ് കിട്ടുന്നത്. അതെന്താ ചെയ്യുന്നത്? എല്ലാ ഡിവൈസിനും ഈ JSON ഫയലായിട്ട് കിട്ടുമ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഡേറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ JSON എന്ന് പറയുന്നുണ്ടല്ലോ, JSON എന്ന് പറയുമ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്താണ് ഈ JSON, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ. അത് വേറൊന്നുമില്ല, നമുക്ക് ഒരു ഡേറ്റേനെ സ്റ്റോർ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സിൻടാക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിക്ഷണറി ഫോമാറ്റിലായിരിക്കും അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒരു ടെക്സ്റ്റ്, ജസ്റ്റ് JSON എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. അത് റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷനിലായിരിക്കും
റിട്ടേൺ ചെയ്യുന്നത്. വേറൊന്നുമില്ല, ഒരു ബിൽറ്റ് ഇൻ പാക്കേജ്, പൈതൻ്റെ ഒരു ബിൽറ്റ് ഇൻ പാക്കേജ് നമ്മൾ JSON-ൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? ഒരു ജാങ്കോയും ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ നോക്കിയില്ലേ. അത് കഴിഞ്ഞ് എന്താണ് API എന്ന് പറഞ്ഞു. ജാങ്കോ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത് എന്താ, ഒരു ലൈബ്രറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആക്ട് ചെയ്യുന്നതല്ല, ജാങ്കോയുടെ ഒരു ലൈബ്രറിയാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റ് API ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെസ്റ്റ് API നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് API എന്നുള്ളത് നമ്മൾ പറഞ്ഞൊരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ട് ആപ്ലിക്കേഷന് ഇടയിൽ. അപ്പോൾ എന്താണ് റെസ്റ്റ് എന്ന് പറഞ്ഞു. റെസ്റ്റ് എന്താണ്? വെബ് സർവീസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ, ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസിലൊരു വെബ് സർവീസ് ഓട്ടോമാറ്റിക് ഉണ്ടാവും ഇല്ലേ. ഇനി എന്താണ് ഈ റെസ്റ്റ്ഫുൾ API എന്താണെന്ന് പറഞ്ഞു. സെയിം ലൈക്ക് API പോലെ തന്നെയാണ് ഒരു വെബ് സർവീസ് ഉള്ള ഒരു ഡിവൈസുകൾ, രണ്ട് മെഷീൻസിൽ ഡേറ്റാസ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാം നമുക്കൊരു ജസ്റ്റ് ഒരു ഫിഗർ ഫോമാറ്റിൽ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ നോർമലി എന്താണ് നോക്കുന്നത്? ഫിഗറിൽ വേറൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ ഇത്രയും നാൾ ജാങ്കോയിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പം പറഞ്ഞു നമ്മുടെ റെസ്റ്റ് API യൂസ് ചെയ്യുന്നത് കേർഡ് ഓപ്പറേഷൻ കുറച്ചും കൂടെ സിമ്പിളാക്കാനാണെന്ന്. അപ്പോൾ അതെല്ലാം കൂടെ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതൊരു പിക്ചറായിട്ട് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ തിയറി കേൾക്കുന്നതിലും പിക്ചറായിട്ട് കേൾക്കുന്നതിലെ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പം. അതുകൊണ്ടാണ് ഒരു പിക്ചറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറൊന്നും പറയുന്നില്ല. ഫസ്റ്റ് നമ്മുടെ ക്ലയൻറ്റും ഉണ്ട്, സെർവറും ഉണ്ട്. ക്ലയൻറ്റ് എന്താണ്? നമ്മുടെ ഫ്രണ്ട് എൻഡിനെയാണ് നമ്മൾ ക്ലയൻ്റ് എന്നും, സെർവർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് എൻഡ് സൈഡുമാണ് അല്ലേ. അപ്പം നമ്മൾ നോർമലി എന്തായിരുന്നു ചെയ്യുന്നത്? ക്ലയൻറ്റിൽ നിന്നും ഒരു റിക്വസ്റ്റ് പോകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു HTTP റെസ്പോൺസ് നമുക്ക് സെർവറിൽ നിന്നും കിട്ടണം അല്ലേ. HTTP റെസ്പോൺസ് എന്ന് പറയുമ്പം എന്തായാലും നമ്മളിപ്പോൾ കൊടുക്കുന്നത്, നോർമലി നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു റെസ്പോൺസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ എന്തായിരുന്നു കൊടുത്തിരുന്നത്? ഓരോ മെത്തേഡ് അനുസരിച്ച് നമ്മുടെ ഓപ്പറേഷൻസ് ആണ് ചെയ്തത്. നമുക്കിനി ക്രിയേറ്റ് ചെയ്യണോ, റീഡ് ചെയ്യണോ, അപ്ഡേറ്റ് ചെയ്യണോ, ഡിലീറ്റ് ചെയ്യണോ, അതെല്ലാം ഒരു മെത്തേഡിൻ്റെ ബേസിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും സെയിം അത് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ക്ലയൻറ്റിൽ നിന്നും ഒരു റിക്വസ്റ്റ് പോകുമ്പോൾ അത് എന്ത് റെസ്പോൺസ് ആണെന്നുള്ളത് ബേസിൽ ഒരു റിക്വസ്റ്റ് സെർവറിൽ പോകുന്നു. സെർവറിൽ നിന്നും അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് ക്ലയൻറ്റിന് കിട്ടുന്നു. ഇതിപ്പോൾ നമ്മൾ HTTP എന്ന് കൊടുത്തേക്കുന്ന നമ്മുടെ HTTP മെത്തേഡുകളാണ്. മെത്തേഡുകൾ ഇപ്പോൾ നമ്മൾ കേർഡ് ഓപ്പറേഷനിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇതായിരുന്നു നമ്മുടെ കേർഡ് ഓപ്പറേഷൻ. ക്രിയേറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അതേപോലെ റീഡ് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട്, ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞുള്ള HTTP മെത്തേഡുകൾ യൂസ് ചെയ്യാം അല്ലേ. ആ ഒരു മെത്തേഡിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ സെർവറിൽ നിന്നും നമുക്കതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത്. ബേസിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താ? നമുക്കിപ്പം ഒരു ഡേറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമുക്കത് റീഡ് ചെയ്ത് യൂസറിന് കാണാൻ പറ്റുന്ന നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിനെങ്ങനെയായിരുന്നു? നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് റിക്വസ്റ്റ് കൊടുക്കുന്നു, എന്താ നമുക്ക് റീഡ് ചെയ്തെടുക്കാനുള്ള. ഒരാളിപ്പം ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ആൾ ലോഗിൻ ചെയ്ത് കയറുമ്പോഴത്തേക്കും അയാളുടെ ഒരു പ്രൊഫൈലിലോട്ട് വേണം പോകാനായിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എന്താ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരാളുടെ ഡേറ്റാസ് അയാൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ സെർവറിൽ നിന്നും റീഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ അവിടെ ക്ലയൻറ്റിൽ നിന്നും പോയേക്കുന്ന റെസ്പോൺസ് എന്താണ്? റീഡ് ചെയ്യാനുള്ള മെത്തേഡ് പോസ്റ്റ് ആണ് നമുക്ക് പോയേക്കുന്നത്. അപ്പോൾ ആ മെത്തേഡ് പോസ്റ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് സെർവറിൽ പോകുമ്പോൾ സെർവറിൽ നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും ആ ആളുടെ ഡേറ്റാസ് റീഡ് ചെയ്ത് യൂസറിന് കാണാനായിട്ടുള്ള റെസ്പോൺസ് തിരിച്ച് വരുന്നു ഇല്ലേ. അപ്പം അറ്റ് എ ടൈം നമുക്ക് ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരാൾ റീഡ് ചെയ്യുന്നു, വേറൊരാൾ അപ്ഡേറ്റ് ചെയ്യും, വേറൊരാൾ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഒരേ ടൈമിൽ ഇപ്പം നമ്മുടെ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ ഒക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം തന്നെ ഒരാളിപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരാൾ ലോഗിൻ ചെയ്ത് കയറും,
ഇല്ലെങ്കിൽ ഒരാൾ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പം ഒരേ ടൈമിൽ തന്നെ ഒരുപാട് റെസ്പോൺസുകൾ ഇതേപോലെ സെർവറിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒരു HTML ഫയലാണ് തിരിച്ച് ക്ലയൻറ്റിന് റെസ്പോൺസായിട്ട് കിട്ടുന്നത് അല്ലേ. ഒരാൾ റീഡ് ചെയ്തെടുക്കുക നോക്കുമ്പോൾ എന്താ, അവിടെ ഒരു HTML ഫയലാണ് യൂസറിന് കാണാൻ പറ്റുന്നത് അല്ലേ. അല്ലാതെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ ഒരു HTML പേജാണ് കിട്ടുന്നത്, ഡിലീറ്റ് ചെയ്യുമ്പോഴും ഒരു HTML പേജ്. അപ്പം ഓരോ റിക്വസ്റ്റ് പോകുമ്പോഴും സെർവറിൽ ഓരോ HTML പേജാണ് തിരിച്ച് ക്ലയൻറ്റിൽ റെസ്പോൺസായിട്ട് പോകുന്നത് അല്ലേ. ഇവിടെയാണ് നമ്മുടെ REST API നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ REST API യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് പറഞ്ഞത്, കുറച്ചും കൂടെ കേർഡ് ഓപ്പറേഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അറ്റ് എ ടൈം സെർവറിലോട്ട് ഓരോ റിക്വസ്റ്റ് പോകുന്നതനുസരിച്ചിട്ട് ഓരോ HTML പേജാണ് തിരിച്ച് റെസ്പോൺസ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ലോസ് വരും, ഒരുപാട് ടൈം വേസ്റ്റേജ് വരുന്നുണ്ടല്ലേ, ഒരുപാട് മെമ്മറി ലോസ് വരുന്നുണ്ട്. ഓരോ HTML പേജിനും ഓരോ മെമ്മറി ലോസ് അല്ലേ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ REST API യൂസ് ചെയ്യുന്നത്. REST API അല്ലെങ്കിൽ RESTful സർവീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ REST എന്താണെന്ന് നോക്കി, API എന്താണെന്ന് നോക്കി. അപ്പോൾ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് തമ്മിൽ, അതിപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും, ഇവിടെ ക്ലയൻറ്റും സെർവറും ഇല്ലേ. അപ്പോൾ ക്ലയൻറ്റും സെർവറിനും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് അവരുടെ ഓപ്പറേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് REST API യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ, HTML പേജസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓവർകം ചെയ്യാൻ നമ്മൾ REST API യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ REST API യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, അതാണ് നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലയൻറ്റും ഉണ്ട്, സെർവറും ഉണ്ട്. നമുക്ക് ഓരോ റിക്വസ്റ്റ് പോകുമ്പോൾ HTML പേജ് റെസ്പോൺസ് കിട്ടുന്നതിന് പകരം, HTML പേജിന് പകരം നമുക്ക് അവിടെ ഡേറ്റയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ റീഡ് ചെയ്യാൻ പറയുമ്പോൾ ആ റീഡ് ചെയ്ത ആളുടെ ഡേറ്റ നമുക്ക് കിട്ടിയാൽ മതി. ഒരാൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ കിട്ടിയാൽ മതി. ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഡിലീറ്റ് ചെയ്ത ഡേറ്റ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഒരാൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡേറ്റ കിട്ടിയാൽ മതി. അപ്പോൾ അറ്റ് എ ടൈം എത്ര റിക്വസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ഡേറ്റ ഫോമിൽ സെർവറിൽ പോകാം. സെർവറിൽ നിന്ന് തിരിച്ച് ക്ലയൻറ്റിലോട്ട് റെസ്പോൺസും വരാം അല്ലേ. അപ്പോൾ നമ്മുടെ HTML പേജിന് പകരം ഡേറ്റയാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെമ്മറി ലോസ് വരില്ല. ഫാസ്റ്റായിട്ട് നമുക്ക് ലോഡ് ചെയ്ത് നമുക്ക് ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ HTML പേജ് എങ്ങനെ ക്രിയേറ്റ് ആവും, HTML പേജ് നമ്മുടെ ക്ലയൻറ്റ് തന്നെ ആയിരിക്കും, ആ ക്ലയൻറ്റ് സൈഡിലായിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അത് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഇപ്പോൾ ഏകദേശം എന്താണ് നമ്മുടെ ഇതുവരെ ചെയ്തതും അതിനകത്ത് നമ്മൾ REST API ചെയ്യുമ്പം ഒരു ഫാസ്റ്റായിട്ട് കിട്ടുന്നതെന്ന് മനസ്സിലായോ. നോർമലി നമ്മൾ ജാങ്കോയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു HTML പേജസ് ആയിട്ടായിരുന്നു നമുക്ക് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് മെമ്മറി ലോസും ടൈം വേസ്റ്റൊക്കെ വരുമ്പം അതിനെ ഓവർകം ചെയ്യാൻ നമ്മളൊരു ലൈബ്രറി പ്രൊവൈഡ് ചെയ്തു അഡ്വാൻസ്ഡ് ആയിട്ട്. അതെന്തായിരുന്നു, ജാങ്കോ REST ഫ്രെയിംവർക്ക്. അപ്പോൾ അതിനകത്ത് എന്താ ചെയ്യുന്നത്, REST APIയുടെയാണ് ബിൽഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ REST API വെച്ചിട്ട് എങ്ങനെയാണ് അവിടെ നമ്മുടെ പ്രോസസ്സ് നടക്കുന്നത്, HTML പേജിന് പകരം ഡേറ്റാസ് തമ്മിലായിരിക്കും അവിടെ റിക്വസ്റ്റ് റെസ്പോൺസും പോകുന്നത്. അപ്പം സെർവർ ക്ലയൻറ്റിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും, ക്ലയൻറ്റ് HTML പേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോഴും നമ്മുടെ ഒരു ഓപ്പറേഷൻ, കേർഡ് ഓപ്പറേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നടക്കും. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഒരു DRFൽ നിന്നും കുറച്ച്, DRF എന്ന് വെച്ചാൽ ജാങ്കോയുടെ REST ഫ്രെയിംവർക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ബേസിക്കലി കുറച്ച് അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് DRF എന്ന് നോക്കാം. ഓക്കെ.